നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണ്ട. ഒരു സാധ്യതയുമില്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു സാധ്യതയുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നിലെന്തു നീ, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുക, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് 1 കൊരിന്ത്യർ 16 21-22 വാക്യങ്ങൾ. 1 Corinthians chapter 16 verse 21 and 22. പൗലോസ് ആയ എന്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇതാണ് ഒന്നാമത്തെ വാക്യം. രണ്ടാമത് എൻ്റെ ഹൃദയത്തിൽ ലഭിച്ചിട്ടുള്ള വചനം എഫേസ്യ ലേഖനം 6-24 വാക്യമാണ്. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. ബൈബിളിൽ നാം ചെയ്യേണ്ട ഒത്തിരി
കൽപ്പനകൾ ഉണ്ട്. എന്നാൽ ആ കൽപ്പനകളെ മുഴുവനും എഡിറ്റ് ചെയ്ത് ക്യാപ്സൂളാക്കിയിട്ട് വീണ്ടും അതിനെ ചെറുതാക്കി ഒറ്റ വാക്കിനകത്ത് കൊണ്ടുവന്ന് ഒതുക്കിയിരിക്കുകയാണ്. അത് സ്നേഹമാണ്. ഏതാണ് ദൈവവചനത്തിലെ കൽപ്പന എന്ന ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. അതും സ്നേഹമാണ്. അങ്ങനെ വരുമ്പോൾ നാം സാധാരണ കാണാത്ത ഒരു കാര്യമാണ് ഇന്ന് പകലിൽ കാണാനായിട്ട് പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ വായിക്കാം. നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വളരെ ആത്മാർത്ഥമായ ഒരു ചോദ്യം. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? അതിനേക്കാൾ നല്ല തിയോളജിക്കലായ വാക്ക് ഇതാണ്: നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ഉത്തരം സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അതിൻ്റെ കൂടെ കൂട്ടുകാരനെ സ്നേഹിക്കണം. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്? കുരുതലേഖനത്തിൽ നമ്മൾ വായിച്ചത്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടു. സ്തോത്രം, 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 സ്തോത്രം. ഈ ഒരൊറ്റ വചനത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടു. വിശ്വാസത്തിൽ വന്നിരിക്കുന്ന നമ്മളോട് കർത്താവിന് പറയാനുള്ളത്, നമ്മുടെ സ്നേഹത്തിൻ്റെ ലെവൽ ഇച്ചിരൂടെ കൂടണം. സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടു. ഞാനിപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ട് കൈപൊക്കിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ലൂക്കോസിൽ പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിനെ സ്നേഹിക്കുന്നവരൊക്കെ കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങ് വെറുതെ കൈപൊക്കും. പക്ഷെ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്കത് മനസ്സിലാവും. അത്രയും പെർഫെക്റ്റായിട്ട് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഈ ചോദ്യം ഒരാളോട് ചോദിച്ചു. അത് പത്രോസിനോടാണ്. അതെഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം.
യോഹന്നാന്റെ സുവിശേഷം 21:15. ആമേൻ. സ്തോത്രം. യോഹന്നാൻ 21:15 യേശു കർത്താവ് ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ ഇവരിൽ, അത് ഇംഗ്ലീഷിൽ നോക്കിയാൽ ഇവയിൽ എന്നാണ്, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവയിൽ. അപ്പൊ അവന്റെ പടക്, അവന്റെ വല, അവന്റെ തൊഴില്, അവന്റെ പണം, അവന്റെ സ്നേഹിതര്, അവന്റെ വീട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോദിക്കുകയാണ്, ഇതിനെയൊക്കെ നീ സ്നേഹിക്കുന്നുണ്ട്? ഇതിനെ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഇതിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്നായിരുന്നെന്ന്? ഒരു കരച്ചിലായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു വിങ്ങിപ്പൊട്ടലായിരുന്നു. വല്ലാതെ കരഞ്ഞുപോയി. പൊതുവെ പുരുഷന്മാരങ്ങനെ കരയാറില്ല, ഉണ്ടെങ്കിൽ അത് വെളിയിൽ കാണിക്കാറില്ല. പത്രോസ് സങ്കടപ്പെട്ടു പോയി. ഒരുപക്ഷെ അന്നേരം പത്രോസ് പലതും ഓർത്തു കാണും. തള്ളിപ്പറയാനുണ്ടായ സാഹചര്യം മനസ്സിൽ കൂടെ വന്നു കാണും. ഈ മീൻ പിടിക്കാൻ പോയ കാര്യവും മനസ്സിൽ കൂടെ വന്നു കാണും. സ്തോത്രം. നിങ്ങൾ ഈ ചരിത്രത്തിനകത്തൂടെ കയറി വരണം. അതിനുവേണ്ടി ഞാൻ 1-2 വചനങ്ങൾ കൂടെ വായിപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് നോക്കിയേ. ലൂക്കോസ് 5:10 വായിക്കുന്നത്, ശ്രദ്ധിച്ചാട്ട്. പിന്നെ പിന്നെ സകലവും ഉപേക്ഷിച്ചു. സകലവും ഉപേക്ഷിച്ചു. പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമാണത്. സകലതും ഉപേക്ഷിച്ചു. എന്നിട്ട് കർത്താവിന്റെ പുറകെ പോയി. സ്തോത്രം, 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 സ്തോത്രം. പിന്നെ ഒരു 2 വർഷം 3 വർഷത്തേക്ക് ഈ സംഭവങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി. അതിനെക്കുറിച്ചൊന്നും പിന്നെ ഓർമ്മയില്ല. ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ പോലും 2 കൊല്ലം ഓടിക്കാതിരുന്നാൽ ഓടിക്കാനെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മീൻപിടുത്തക്കാരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സീസൺ മാറുന്നു, ഇൻസ്ട്രുമെന്റ്സ് മാറുന്നു, ടൂൾസ് മാറുന്നു. ഈ മനുഷ്യൻ എല്ലാം ഉപേക്ഷിച്ചു, കർത്താവിനെ അനുഗമിച്ചു. എന്നാൽ യോഹന്നാൻ 21:2 നോക്കിയേ. യോഹന്നാൻ 21:2 നോക്കിയേ. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പൊ എന്റെ ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത്, അപ്പൊ പടകും വലയും വിട്ടെന്ന് പറഞ്ഞത് ശരിയാണോ? ഇങ്ങനെ മനസ്സിലാക്കാം, വിട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, വിറ്റെന്ന് പറഞ്ഞിട്ടില്ല.
അല്ലേ? താൻ പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്, ഞാൻ പോവുക. അപ്പൊ അവിടെ ഇരുന്ന് എല്ലാവരും പറഞ്ഞു ഞങ്ങളും പോരുക. പത്രോസിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും നന്മയിലേക്ക് പോകാനാണെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് സാധിക്കും. അങ്ങനെ ഒരു കൂട്ടം സഹോദരന്മാരെയും കൂട്ടി മീൻ പിടിക്കാൻ പോവാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പറഞ്ഞത് മത്തായി സുവിശേഷം 28:18 മർക്കോസ് 16:15 നമുക്കറിയാൻ വായിക്കണ്ട. എന്നാൽ അതെല്ലാം മറന്നിട്ട് പോയ ഒരു പോക്കാണ് 21:2 മുതൽ 10 വരെ. നേരം പുലർന്നപ്പോൾ കർത്താവ് വന്നിങ്ങനെ ആ വെള്ളത്തിന്റെ അരികെ നിപ്പുണ്ടായിരുന്നു. കർത്താവ് അവരെ വഴക്കൊന്നും പറയാതെ ശാസിക്കാതെ അവർക്ക് മീൻ കൊടുത്ത് അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ തൃപ്തരാക്കി. 15-ാം വാക്യം വരുമ്പോൾ ആ പശ്ചാത്തലം മനസ്സിലേക്ക് വരണം. അവർ പ്രാതൽ കഴിച്ച ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ വിശപ്പ് മാറിയ ശേഷം, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കടം മാറിയ ശേഷം, വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒതുങ്ങിയ ശേഷം കർത്താവ് അടുത്തു വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ആയതുകൊണ്ടാണ് അപ്പൻ്റെ പേര് കൂട്ടി വിളിക്കുന്നത്. നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു ചിന്ത രാവിലെ പങ്കുവയ്ക്കുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണതയുള്ള സ്നേഹമാണ്. പെർഫെക്റ്റ് ലവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ സ്നേഹം, അത് നമുക്ക് പങ്കുവയ്ക്കാൻ ഇന്ന് പകലിൽ കഴിയുമോ? സ്തോത്രം. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 1 ചോദിച്ചു, 2 ചോദിച്ചു, 3 ചോദിച്ചു. 21 മുതൽ 17 വരെ അത് ആവർത്തിച്ചു. 15 മുതൽ 17 വരെ. മൂന്നാമത് ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ 1-ാമത്തെ മിനിറ്റിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് പറയാം, കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഉടനെ അടുത്ത വാക്യം വരികയാണ്. റോമർ 8:28 തോന്നുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു കോട്ടയാണത്. അത് മറ്റുള്ളവർക്കില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് റിസർവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്നറിയോ? എന്ത് സംഭവിച്ചാലും
അതിനെ നന്മയിലേക്ക് ദൈവം കൺവെർട്ട് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു കോട്ട. ആർമിയിൽ സേവനം ചെയ്തവരുടെ മക്കൾക്ക് അഡ്മിഷൻ വരുമ്പോൾ ഒരു ആനുകൂല്യമുണ്ട്, ജോലി വരുമ്പോൾ ഒരു ആനുകൂല്യമുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നതിനും ചില ആനുകൂല്യങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യം, എന്ത് സംഭവിച്ചാലും അതിങ്ങനെ കൺവെർട്ട് ചെയ്ത് നന്മയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4, 5, 6, 8 ഐറ്റങ്ങൾ ഒരുമിച്ച് ചേർത്ത് കേക്ക് ഉണ്ടാക്കുന്നു. അത് ഓരോന്നോരോന്നെടുത്ത് തിന്നാൽ അതിന് കേക്കിന്റെ ടേസ്റ്റ് വരത്തില്ല. അതിങ്ങനെ ചേർത്ത് വെച്ച് ഓവൻ ചെയ്തു വരുമ്പോഴേക്കും ഒരു കൂടി വ്യാപരിക്കുന്ന ഒരു പ്രോസസ് നടക്കും. ജീവിതത്തിലെ നുറുങ്ങുകൾ, ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി വരുമ്പോൾ അത് നന്മയ്ക്കായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ അത് നന്മയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ ദൂരക്കാഴ്ചയുടെ വാക്യമാണ്. ഇതൊരു വലിയ വിശ്വാസത്തിന്റെ വാക്യമാണ്. ഇതൊരു വലിയ ധൈര്യത്തിന്റെ വാക്യമാണ്. എന്തുകൊണ്ട് അതങ്ങനെ വ്യാപരിക്കുന്നു? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവിനോടൊന്നുകൂടെ ഒന്ന് അടുത്ത് വരാം. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ എവിടെയെങ്കിലും ന്യൂനത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയാം. കർത്താവിനെ ആഴമായി സ്നേഹിച്ച ഒരാളെ ഞാൻ ബൈബിളിൽ കണ്ടു. അത് പത്രോസ് അല്ല, അത് മഗ്ദലക്കാരി മറിയയാണ്. ആ സഹോദരി യോഹന്നാൻ 20:11 മുതൽ ആ സഹോദരിയെ നമുക്ക് കാണാം. വായിക്കാം. എന്നാൽ മറിയ എന്ന് പറയാൻ കാരണം മറ്റുള്ളവർ പോയി എന്നുള്ളതാണ്. ബട്ട് മേരി, 10-ാം വാക്യത്തിൽ അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവരൊക്കെ അറിവുള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, അത്ഭുതം ചെയ്തവരാണ്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. പക്ഷെ അവർക്ക് തിയോളജിക്കൽ റിലേഷനുണ്ട്, റിലീജിയസ് റിലേഷനുണ്ട്. പക്ഷെ ഹൃദയം തുറന്നുള്ള ഒരു സ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. സ്കൂളിൽ പോകുന്നു സ്നേഹം കൊണ്ടല്ല, അതൊരു ഒഫീഷ്യലായ കാര്യമാണ്. അതുപോലെ പള്ളിയിൽ പോണതും സ്നേഹം കൊണ്ടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം തിരിച്ചുപോയി. കാരണം യേശു ഒരു യാഥാർത്ഥ്യമല്ല, അവരുടെ ഉള്ളിൽ അത്രത്തോളം അങ്ങോട്ട് പതിഞ്ഞില്ല. ഒരു പോയി. എന്നാൽ മറിയ പോയില്ല, മറിയ പോകത്തില്ല. ഇവിടെയാണ് സ്നേഹം നമ്മൾ കാണുന്നത്. എന്നാൽ മറിയ, മറ്റുള്ളവർ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്, മറ്റുള്ളവർ വരികയാണെങ്കിൽ ഞാൻ വരും, മറ്റുള്ളവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, മറ്റുള്ളവർ ചർച്ച വരികയാണെങ്കിൽ ഞാൻ വരാം. ഇതല്ല യഥാർത്ഥ സ്നേഹം. ആര് എന്ത് ചെയ്താലും അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മറിയ കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു.
കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞ് നോക്കി. നിങ്ങൾ ഈ വാചനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഉണ്ടാവും, പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ ചോദ്യം, ഇപ്പൊ എന്തായി കുനിഞ്ഞു നോക്കുന്നത്? എന്തിനാ കുനിഞ്ഞു നോക്കുന്നത്? എന്റെ മുകളിലത്തെ വാക്യത്തിൽ 4-ാം വാക്യം 5-ാം വാക്യം രണ്ടൊന്ന് ചേർത്ത് വായിച്ചാട്ടെ. ആ ആ ആ ആ ആ അപ്പം നല്ല അറിവുള്ള 2 പുരുഷന്മാർ ഈ കല്ലറ ശരിക്കും പരിശോധിച്ച് അവിടെ ഒരു സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയതല്ലേ? ഉറപ്പുവരുത്തിയതാണ്. എന്നിട്ടാണ് അവർ തിരിച്ചു പോയത്. ഇവൾ പിന്നെ ഇനി എന്താ കുനിഞ്ഞു നോക്കുന്നേ? പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷെ എന്നാലും അവൾ എന്തോ പ്രതീക്ഷിക്കുക. ദൈവം നിങ്ങളോട് ശാന്തമായിട്ട് സംസാരിക്കുന്നു. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തടത്തും പ്രാർത്ഥനയോടെ നോക്കിയാൽ ഒരു സാധ്യത ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്രയോ അനുഭവങ്ങൾ അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അബ്രഹാം ചെയ്തത്. അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ ആ വിശ്വാസത്താൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തിടത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യതകൾ വേണ്ട. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ വേണ്ട. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ, ഇത് വെള്ളം കൊണ്ട് നിറയും. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണ്ട. ഒരു സാധ്യതയുമില്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു സാധ്യതയുമില്ലാത്തവർക്ക് വേണ്ടിയാണ് ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അത് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വരെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറഞ്ഞിടത്ത്, കഴിഞ്ഞ മിനിറ്റിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞിടത്ത് അവൾ നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കിലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. മേരി, ഇത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഈ ഒരു ചാൻസ് മറ്റാർക്കും കിട്ടിയില്ല. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ജനങ്ങളോട് പറയുന്നു, പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷ കൈവിടരുത്. ദൈവത്തിന് ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിനൊരു പുതിയ വഴി തുറക്കാൻ കഴിയും. ദൈവത്തിന് അസാധാരണമായി ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകലിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് പകലിൽ നീട്ടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ
സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഓ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കാരുണ്യ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ, ഇനിയും ദേവതോനി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ. ഓ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. ഓ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഓ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കാരുണ്യ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ആമേൻ. ഇതുവരെ കാരുണ്യ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ, ഇനിയും ദേവതോനി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സകല ക്രൈസ്തവരുടെയും കൂട്ടത്തിൽ, സകല അപ്പോസ്തലന്മാരുടെയും കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാനുള്ള ഭാഗ്യം ഈ സ്ത്രീക്ക് കിട്ടി. ഈ സ്ത്രീക്ക് കിട്ടി. എന്താ അതിന്റെ കാരണം? അവളുടെ സ്നേഹമാണ് അതിന് കാരണം. സ്തോത്രം. അവളാണ് അപ്പോസ്തലന്മാരെ പോലും ഇത് അറിയിച്ചത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് നിന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രത്യേക മിനിസ്ട്രി ഏൽപ്പിക്കാൻ പ്ലാനുണ്ട്. പ്രത്യേക വരങ്ങൾ തരാൻ പ്ലാനുണ്ട്. അത് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാ. അവൾക്കാണ് അപ്പോസ്തലന്മാരോട് പോയി യേശു ഉയർത്തുമെന്ന് പറയാനുള്ള ഭാഗ്യം കിട്ടിയത്. അവളുടെ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾക്കല്ല നമുക്ക് കാണണമെങ്കിൽ ചുരുടെ താഴോട്ട് പോയാൽ മതി. വാക്യം 13 മുതൽ വായിച്ചാട്ട്. ആ ആ എൻ്റെ കർത്താവിനെ
ആക്ച്വലി ഇപ്പൊ ഇത് ഡെഡ് ബോഡിയാണ്. ആരും ഡെഡ് ബോഡിയെ പേര് വിളിക്കാറില്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പേര് ബോഡിയെന്ന്. എപ്പോഴാ ബോഡി കൊണ്ടുവരുന്നതെന്നാണ് ചോദിക്കുന്നത്, എപ്പോഴാ അപ്പച്ചനെ കൊണ്ടുവരുന്നതെന്നല്ല. പ്രൈസ് ലോർഡ്. പക്ഷെ അവൾക്ക് യേശു മരിച്ചിട്ടില്ല. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചെന്ന് പറ. ഞാൻ വായിച്ചേ. ആ ആ പിന്നെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നു, ഇത് നടക്കുന്ന കാര്യമാണോ? ഒരു സ്ത്രീയല്ല, 9 സ്ത്രീകരിച്ച പറ്റിയല്ല ഒരു ബോഡി എടുത്തുകൊണ്ട് പോകാൻ. മറിച്ച് കിടത്താൻ പറ്റിയല്ല. നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? എടുക്കാൻ നിന്നെ കൊണ്ട് പറ്റൂ? ഒന്നും ചിന്തിക്കുന്നില്ല. സ്നേഹം അങ്ങനെയാണ്. സ്നേഹം ഒരർത്ഥത്തിൽ അന്ധമാണ്. സ്തോത്രം 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 സ്തോത്രം. അങ്ങനെയുള്ളവർക്കുള്ള മാർഗമാണ് ഈ മാർഗം. കർത്താവിനെ സ്നേഹിക്കുക. അങ്ങനെ വന്നിട്ട് നമുക്ക് ആ കൊരിന്ത്യർ ലേഖനത്തിലോട്ട് വരാം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ആമേൻ. 1 കൊരിന്ത്യർ 16:22. ഒരിക്കൽ കൂടെ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഒരു 2-3 ഈ വചനമാണ് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനിയും പറയുന്നത് ഇച്ചിരി ഡീപ്പാണ്. സ്നേഹിക്കാതിരിക്കുന്നത് ശാപമാണോ? ശാപം എന്ന് പറയുമ്പോൾ ഏറ്റവും കട്ടിയായൊരു വാക്കല്ലേ. സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. എങ്ങനെ ഇത് മനസ്സിലാക്കാം? ഞാൻ ഉദാഹരണം പറയാൻ ശ്രമിക്കാം. മുഴുവനൊന്നും ക്ലിയർ ആകത്തില്ല. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവകഥയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവക്കത്ത് നടന്നൊരു സംഭവമാണ്. അവിടുത്തെ അമ്മ വിധവയാണ്. അമ്മ വിധവയാകുമ്പോൾ അമ്മയ്ക്ക് 25 വയസ്സേ ഉള്ളൂ. 25-26 വയസ്സ്. ഒരു ഹിന്ദു ഭവനമാണ്. വിശ്വാസികളല്ല, പക്ഷെ അയൽവക്കാണ്. ഈ അമ്മ വിധവയാവുമ്പോൾ അമ്മയ്ക്കൊരു മോനുണ്ട്. ആ മോന് 2 വയസ്സ്. ഈ മോനെ ഓർത്തിട്ട് ഈ അമ്മ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. 25 വയസ്സുള്ള സ്ത്രീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇത്തിരി കല്യാണങ്ങൾ വന്നു, വേണ്ടെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ സ്നേഹം കൊടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ്. കുഞ്ഞിനെ ശരിയായി സ്നേഹിക്കണമെങ്കിൽ അമ്മയ്ക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നീണ്ട 28 വർഷം കഴിഞ്ഞപ്പോൾ ഈ മോനൊരു കല്യാണം വരികയാണ്. അത് അവന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തി. അവൻ വന്ന് അമ്മയോട് അത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്, മതമൊന്നും വിഷയമല്ല. അങ്ങനെ കല്യാണം നടന്നു. വളരെ മിടുക്കിയായൊരു പെണ്ണായിരുന്നതുകൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് അവനെ കൊണ്ട് വീട്ടിൽ നിന്ന് പോയി. അവൾ അത്ര സ്മാർട്ടായിരുന്നു. അപ്പോഴേക്കും അമ്മയ്ക്ക് വയസ്സ് 60-ലേക്ക് എത്തുന്നു.
അമ്മ ബലഹീനയായി, അമ്മയ്ക്ക് ആരുമില്ലാണ്ടായി. അമ്മ ഒത്തിരി കരഞ്ഞു. ആ ദിവസം അയൽവക്കംകാരനായ നമ്മുടെ പാസ്റ്റർ അടുത്ത് ചെന്ന് ചോദിച്ചു, അമ്മച്ചിക്ക് വിഷമമുണ്ടോ? അമ്മച്ചി പറഞ്ഞതെന്നറിയാം, ഞാൻ വിഷമിച്ചാൽ അവന് ദോഷം വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി? ഞാൻ വിഷമിച്ചാൽ അവന് ദോഷം വരും. ആശയം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ഈ ശാപം എന്ന് പറയുന്ന സാധനം കയറി വരുന്നത്. ആ തള്ള പ്രാഗൊന്നും വേണ്ട, അവന് ദോഷം വരും. കാരണം എന്നാ, ആ തള്ള അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് നിങ്ങൾ അതിനെ കണക്ഷൻ കിട്ടിയോ? യേശു അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ശാപമാകാൻ സാധ്യത വരുന്നത്. സ്വോത്രം. കർത്താവ് അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. സ്വോത്രം. ഹല്ലേലൂയ. കർത്താവ് അത്രയ്ക്ക് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. അത് അറിയുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഈ മകന് അങ്ങനെ പോയതിൽ അത്ര വലിയ കുറ്റമൊന്നും ഇന്നത്തെ ലോകം കാണത്തില്ല. കാരണം അമ്മ എന്തോ ചെയ്തെന്ന് അവനറിയില്ല. അവനങ്ങ് തന്നെ വളർന്നതാന്ന് അവന്റെ വിചാരം. കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. സ്തോത്രം. ഞാൻ എന്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം? കർത്താവ് അത്രമാത്രം എന്നെ സ്നേഹിച്ചു. സ്തോത്രം. ഞാൻ എന്തുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം? കർത്താവ് അത്രമാത്രം എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മൾ ഏറ്റവും മോശമായിരുന്നു. വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. റോമർ 5:8. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 8. ആമേൻ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് യാതൊരു ഭംഗിയുമില്ലാത്തപ്പോൾ, നമ്മിലൊന്നും കാണാനില്ലാത്തപ്പോൾ, ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോൾ, ഒരു നന്മയുമില്ലാത്തപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം നോക്കിയേ. 15:14. 13 പ്ലീസ്. ജോൺ 15:13. അപ്പൊ സ്നേഹത്തിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ലെവൽ ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കുമില്ല. പക്ഷെ ആരും അത് ചെയ്യത്തില്ല. ഇല്ല, ലോകത്തിലെ എല്ലാ സ്നേഹവും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാ. നമ്മളാളുകളെ സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടിയാ. നമ്മൾ നമ്മളെയാ സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം.
അങ്ങനെയാണെങ്കിൽ റോമർ 5:8 സ്നേഹം എന്തുവാ? ശത്രുക്കൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത സ്നേഹവും. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇങ്ങനെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഈ ഒരു തിരിച്ചറിവാണ് കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇതൊരു വെളിപ്പാടാണ്. ഇത് അകത്തെ കണ്ണിൽ പ്രകാശിച്ചപ്പോഴാണ് മിഷണറിമാർ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇന്ത്യയിൽ വന്നു. വില്യം കേറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്നത് ഇന്ത്യയിലെ ഏറ്റവും ചൂടുള്ള സ്ഥലത്തേക്കാണ്, കൽക്കട്ട. അദ്ദേഹം വന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഭാഷയാണ്. ഭാഷ. ലോകത്തിൽ ഇതുപോലെ മിക്സഡ് ലാംഗ്വേജ് ഉള്ള രാജ്യം കുറവാണ്. എന്തോ ഒരു കഷ്ടകാലമായിപ്പോയത്. ഈ രാജ്യത്തൂടെ 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ചാലും ഒറ്റ ഭാഷ മതി. നമ്മുടെ രാജ്യത്തൂടെ 100 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ ഭാഷ തീർന്നു. പിന്നെ വേറെ ഭാഷ കണ്ടുപിടിക്കണം. തമിഴോ കന്നഡയോ ഒക്കെ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ, ഇവിടെ ഒരു ലാംഗ്വേജ് അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 10 അല്ല, ഒത്തിരി ഭാഷയുണ്ട്. ഈ ഭാഷയിൽ ആദ്യം ബൈബിൾ ഉണ്ടാകാതെ എങ്ങനെ ഇവരോട് ദൈവസ്നേഹം പറയും? അപ്പോൾ പ്രസംഗവും മീറ്റിങ്ങും ഉപവാസ പ്രാർത്ഥനയും ഒന്നും അല്ല പുള്ളി ചെയ്തത്. പുള്ളി തർജിമ എന്ന ദൗത്യം ഏറ്റെടുത്തു. തർജിമ ഏറ്റെടുക്കണേ ഭാഷ പഠിക്കണം. അപ്പൊ ലാംഗ്വേജ് പഠിക്കാൻ തീരുമാനിച്ചു. ഒരു ജീവിതം കൊണ്ടേ എന്തെല്ലാം നടക്കും. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി കുറെ കഴിയുമ്പോൾ മനസ്സും മടുക്കും. അപ്പൊ ഈ മടുപ്പിനെ മാറ്റിയത് കർത്താവിനോടുള്ള സ്നേഹമാണ്. സ്വോത്രം. ഇതിനിടയിൽ തന്റെ ഭാര്യ രോഗിയാവുന്നു, തന്റെ കുഞ്ഞു മരിക്കുന്നു, താൻ തന്നെ തൂമ്പ എടുത്ത് കുഴി കുത്തി കുഞ്ഞിനെ അടക്കുന്നു. പറയാൻ എളുപ്പമാണ് ഇതൊക്കെ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ആ ജനതയ്ക്ക് ഇന്ന് കർത്താവിനെ അറിയില്ല. സ്തോത്രം. ഒരു പക്ഷെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് പകരം കൊടുക്കാനായിരിക്കും, പ്രത്യുപകാരം ചെയ്യാനായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബ്രദറിനെ പരിചയപ്പെട്ടു ഇവിടെ ഈ രാജ്യത്ത്. അദ്ദേഹം തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാരനോട് യേശുവിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കഥയല്ലേ, ബൈബിളിലെ കഥയല്ലേ ഈ പറയുന്നേ, അത് കഥ സ്റ്റോറിയല്ലേ. അദ്ദേഹം പറഞ്ഞ സ്റ്റോറിയല്ല, എനിക്കൊരു 10 മിനിറ്റ് സംസാരിക്കാൻ തരാമോ? ഓക്കെ, കോഫി ടൈമിൽ ആയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ചൊരു കോഫി ബാറിൽ പോയിരുന്നു. നമ്മുടെ സഹോദരൻ മലയാളി ചോദിച്ചു, മൊബൈൽ കയ്യിലില്ലേ? ഉണ്ട്. എന്നാൽ അതിനകത്തൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ, വില്യം കേറി എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഈ ചരിത്രം മുഴുവൻ അതിനകത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ടാണ് അറിയുന്നത്, എങ്കിൽ ഞാനിതിനെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. എന്റെ ചോദ്യം, എന്തായിരുന്നു അദ്ദേഹത്തെ ഇതിനു വേണ്ടി നിർബന്ധിച്ചത്? ഈ പീഡനങ്ങൾ, ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചിങ്ങനെ പോകാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത് എന്തായിരുന്നു? കർത്താവിനോടുള്ള സ്നേഹം. ഞാൻ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഒരു പാസ്റ്ററായിട്ട് ഇങ്ങനെ ഫോണിൽ ബന്ധപ്പെടുക. ജോസ്മോൻ പത്രോസ് എന്ന പേര്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന 6 പേരെയും സുവിശേഷ വിരോധികൾ കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചു.
ഒരു ബൊലേറോ ജീപ്പ് ഉണ്ടായിരുന്നു, അത് പിടിച്ചിട്ടു. ഇവരുടെ എല്ലാവരുടെയും ഫോൺ മേടിച്ചൊടിച്ചു, ബൈബിൾ മേടിച്ചു വെച്ചു. പിന്നെ ജാമ്യം കിട്ടി, പാസ്റ്റർ പുറത്തു വന്നു. ഇപ്പൊ 1 മാസമായിട്ടും അതിന്റെ ഒരു പേപ്പർ നീങ്ങുന്നില്ല. ഞാനിങ്ങനെ എല്ലാ ദിവസവും വിളിക്കുന്ന കാരണം എനിക്ക് റിപ്പോർട്ടുകൾ ഇങ്ങനെ മെസ്സേജ് ഇടും, വാട്സപ്പ് മെസ്സേജ്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 180 മൈല് മോട്ടോർ സൈക്കിളിൽ പോവുക, 50 ഡിഗ്രി ചൂടുള്ളിടത്ത്. എന്തിനാ? കോടതിയിൽ നിന്ന് ഇതിന്റെ പേപ്പർ മേടിക്കാൻ, എന്നിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാൻ. അന്ന് ചെന്നപ്പോൾ വക്കീലന്മാരുടെ സമരം, കോടതി വർക്ക് ചെയ്യത്തില്ല. വീണ്ടും അതേ 180 കിലോമീറ്റർ ചൂടത്ത് ഓടിച്ച് തിരിച്ചു വിട്ടു വന്നു. ഇങ്ങനെ 1 മാസമായിട്ട് അവര് നടക്കുക. എന്താ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം? കർത്താവിനോടുള്ള സ്നേഹം. ഇത്രയും മനസ്സിലാക്കിയിട്ട് വചനം ഒന്നുകൂടെ ധ്യാനിക്കുക. കർത്താവിനെ സ്നേഹിക്കാത്തവനെ അവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. യേശു മടങ്ങി വരുന്നത് ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ: കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ അടുത്ത ചോദ്യം, കർത്താവിനെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത്? അത് ഒരു അധ്യായമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായമാണ്. 14-ാം അധ്യായം എടുത്താൽ 4 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടെ നോക്കാം. 14 ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 15. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് വചനം ധ്യാനിക്കുന്നത്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ജോൺ 14 വേഴ്സ് 21, അതായത് 21. ആമേൻ, ആമേൻ. അടുത്തത് 23 and 24. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ആമേൻ. അടുത്തത് ഈ 4 വാക്യങ്ങൾ നമ്മോട് പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവൻ വചനത്തെ സ്നേഹിക്കും, വചനത്തെ ധ്യാനിക്കും. നിങ്ങൾ തിരക്കിനിടയിൽ ഒരുപക്ഷെ കണ്ടു കാണുകയില്ല, 2-3 ദിവസം മുമ്പ് കേരള നിയമസഭയിൽ ഒരു ബൈബിൾ പ്രസംഗം നടന്നു. തുടങ്ങി വെച്ചത് സജി ചെറിയാൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി. കാലാവസ്ഥ പെട്ടെന്ന് പ്രതികൂലമായി ഒത്തിരി പേർക്ക് മരണവും നഷ്ടവും സംഭവിച്ചു. ആ സമയത്ത് ഗവൺമെന്റ് വേണ്ട മുൻകരുതൽ എടുക്കാഞ്ഞത് കൊണ്ടാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ മോശയുടെ വടിയൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് കാറ്റിനെ ശാസിക്കാൻ, കടലിനെ 2ആക്കാൻ എൻ്റെ മോശയുടെ വടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയായ സജി ചെറിയാൻ ബൈബിൾ ഉദ്ധരിച്ചപ്പോൾ ജന്മം കൊണ്ട് ഹൈന്ദവനായ VD സതീശൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോശയുടെ വടി വേണോ നിർബന്ധമില്ല, ശലോമോന്റെ ജ്ഞാനം മതി. ഓരോരോ സമയത്ത് ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ജ്ഞാനം കിട്ടുന്നു. ഇതെങ്ങനെ പറയാൻ സാധിക്കും? ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ 1 മണിക്കൂർ ദൈവവചനം ധ്യാനിക്കുന്ന ആളാ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു രഹസ്യമാണ്.
പരസ്യമായ രഹസ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് നേരിടാൻ പോകുന്ന എല്ലാ വിഷയത്തിനും ഉത്തരം എനിക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കും. പക്ഷെ നമുക്ക് അത്രയും പ്രേമം പുസ്തകത്തോടുണ്ടോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ധ്യാനിക്കുക, പ്രാർത്ഥനയോടെ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുക. ഓരോ ദിവസം കഴിയും തോറും നാം അനുസരിക്കേണ്ട ഓരോന്നും കർത്താവ് നമ്മളെ കാണിച്ചു തരാൻ തുടങ്ങും. സ്തോത്രം. സ്നേഹത്തിൽ നിന്നാണ് തിരുവെഴുത്ത് ധ്യാനിക്കേണ്ടത്. ഇത് പ്രേമലേഖനമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ട്. ആമേൻ. ആമേൻ. എല്ലാം സ്നേഹത്തോടെ ബന്ധപ്പെട്ട് പോകുന്നത്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണല്ലോ ദൈവത്തോടുള്ള സ്നേഹം. 1 John chapter 5 verse 1-5. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ഇനിയുള്ളതൊന്ന് ശ്രദ്ധയോടെ വായിച്ചോണേ. വായിച്ചോ. ചോദ്യം, നിങ്ങൾ വാക്യം ശ്രദ്ധിച്ചോ? അവന്റെ കൽപ്പന ഭാരമുള്ളതാണോ? അല്ലേ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി, അവന്റെ കൽപ്പന ഭാരമുള്ളതാണോ? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവന്റെ കൽപ്പന ഭാരമുള്ളതാണോ? ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? കുഴപ്പമില്ല. ഇത്രയും ഭാരമുള്ള ഒരു പുസ്തകം ലോകത്തിലില്ല. സ്വത്രം. നമ്മളൊക്കെ നല്ലവരാ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്യുമ്പോഴാ നമ്മുടെ സ്വഭാവം വെളി വരുന്നത്. നമ്മളെ ഇഷ്ടമുള്ളവരോട് നമുക്കും ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടമില്ലാത്തവരോടോ? നമ്മളെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരോട്, നമ്മളെ ഹർട്ട് ചെയ്യുന്നവരോട്, നമ്മളെ വെറുക്കുന്നവരോട്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരോട് ഇച്ചിരിയുടെ ഒരു സ്നേഹത്തോടെ ഇടപെടാൻ പറ്റുമോ? അവന്റെ കൽപ്പന ഭാരമുള്ളതാണ് എന്നതിൻ്റെ അടി ചെറുതായിട്ട് എഴുതണം. എഴുതരുത്, പറയാം, പിന്നെ പറഞ്ഞുതരാം. യോഹന്നാൻ പറയുന്നു കർത്താവിന്റെ കൽപ്പന ഭാരമുള്ളതല്ല. സ്തോത്രം, 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 സ്തോത്രം. ഇതൊക്കെ അനുഭവത്തിലൂടെ നാളുകൾ കൊണ്ട് പഠിച്ച കാര്യമാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവനോട് വെറുപ്പുണ്ട്. ആ വെറുപ്പ് ഞാൻ വിട്ടേക്കാം, പക്ഷെ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കർത്താവ് പറയുന്നത്, നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാനും കഴിയില്ല. അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ മുകളിലത്തെ വാക്യം തൊട്ട് ഒന്നുകൂടെ വായിച്ചോ. ഒരു വാക്യം മോളിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് ദൈവത്തിന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ഇതതിന്റെ അർത്ഥം. സ്തോത്രം. നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വരിക. അപ്പൊ അത് 2 വയസ്സായ കുട്ടിയാ. ഒരു പാടത്തോടെ നടന്നു വേണം പ്രേയറിന് കയറി വരാൻ. അപ്പൊ ഞങ്ങളെല്ലാം അവിടെ വന്ന് നേരത്തെ ഇരിപ്പുണ്ട്.
ഈ സഹോദരി വന്ന പാടത്തോടെ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവർക്കങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ശ്വാസം കിട്ടുന്നില്ല. ഉടനെ ഒരു സഹോദരി ഇനി മേടിച്ചു കൊച്ചിനെ. അപ്പോഴത്തേനും ആ കൊച്ചിൻ്റെ അമ്മ അവിടെ ഇരുന്നു. ഈ കൊച്ചിനെ എടുത്തോണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഈ പെണ്ണ് പറയുകയാണേ, എന്നാ കന എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയെ കൈവച്ചിട്ട് കൊച്ചിനെ ആ സോഫയിലോട്ട് ഇട്ടു. അപ്പൊ ഇത്രയും നേരം എടുത്ത ആൾക്ക് കനയില്ലേ? എന്തുകൊണ്ടാ കനയില്ലാഞ്ഞ്? അമ്മയായോട്ട്. സ്നേഹിക്കുകയാണെങ്കിൽ കനം കുറയും, സ്നേഹിക്കുന്നില്ലെങ്കിൽ ഏത് ജോലിയും ഭയങ്കര പാടാ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 1 യോഹന്നാൻ 5:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം. അവനെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ കൽപ്പന ഭാരമുള്ളതല്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുകയും. നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. നമുക്ക് സ്നേഹമില്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടായിട്ട് തീരും. കർത്താവ് ചോദിക്കുന്നു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാത്തവനെ അവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം ഈസിയായി തീരും. അപ്പോൾ നിങ്ങൾ ദൈവവചനത്തോട് കൂടുതൽ അടുക്കും. 2, കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കും. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഒരാളെ കൊണ്ടുവരാനോ ഒരാളെ കൊണ്ടുവിടാനോ ഒക്കെ നമുക്ക് കഴിയും കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ. 3-ാമത്തെ കാര്യം, കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. വിശ്വാസികളെ മാത്രമല്ല, സ്നേഹത്തോടെ കാണാൻ പറ്റും. എന്ത് കുഴപ്പം കാണിക്കുന്നവരുടെ ഉള്ളിലൊരു സ്നേഹം, വെറുപ്പല്ല, ഉള്ളിലൊരു സ്നേഹം. അവൻ നാളെ വിശ്വാസിയാകേണ്ടതാ. നിങ്ങൾ ആരെ കണ്ടാലും മനസ്സിൽ പറയണം, അവൻ നാളെ എൻ്റെ ചർച്ചിൽ വന്ന് കർത്താവിനെ ആരാധിക്കേണ്ടവനാണ്. അവൾ നാളെ എന്നോടൊപ്പം കർത്തൃമേശ എടുക്കേണ്ടവളാണ്. എന്താ, അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. അങ്ങനെയല്ലേ നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നത്? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ നേടും, മറ്റുള്ളവരെ നേടും. ഒരാളെയെങ്കിലും ഈ 2024 ദൈവസഭയിലേക്ക് കൊണ്ടുവരും. അത് മതം മാറ്റമല്ല, അവനോട് ദൈവസ്നേഹം പങ്കുവയ്ക്കുക. അത് പ്രസംഗത്തിലൂടെയല്ല, അത് ജീവിതത്തിലൂടെ, ഒരു തലോടലിലൂടെ, ഒരു നല്ല വാക്കിലൂടെ. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും. ഞങ്ങൾ കഴിഞ്ഞ യാത്രയിൽ താമസിച്ച ഒരു ഇവിടെയല്ല, മറ്റൊരു രാജ്യത്ത്. ആ വീട്ടിലെ ആൻറ്റി ഒരു സീനിയർ നേഴ്സാണ്. ഇപ്പോൾ അവരവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടാണ്. അവരൊരു ദിവസം വരാന്തേ കൂടെ നടക്കുമ്പോൾ ഗൾഫ് രാജ്യത്തിൽ ഒന്നിൽ ഒരു പേഷ്യന്റിന് ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്. അത് ബ്ലോക്കായിട്ടോ അത് തീർന്നിട്ടോ എന്തോ അലാറം അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി അതിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞ്, എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ, അവിടെ നേഴ്സ് കാണും. അവരങ്ങോട്ട് വേറെന്തോ ആവശ്യത്തിന് പോയി. തിരിച്ചു വരുമ്പോൾ പിന്നെ അലാറം അടിക്കുക. ഇദ്ദേഹം കയറി ചെന്നു. ഈ സിസ്റ്റർ കയറി ചെന്നപ്പോൾ ഡ്യൂട്ടി നേഴ്സ് അവിടെ ഇല്ല. പുള്ളിക്കാരത്തി അത് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഈ മനുഷ്യൻ വല്ലാതെ കരയാണ്. ഈ പേഷ്യന്റ് വിശ്വാസിയായ ഈ നമ്മുടെ പ്രിയ സഹോദരി ആ മനുഷ്യൻ ആരാ നോക്കാതെ അദ്ദേഹത്തിന്റെ നെഞ്ചത്തോട്ട് കൈവച്ച് 2 മിനിറ്റ് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. ക്രിസ്തീയ രാജ്യമല്ല, മറക്കരുത്. പ്രാർത്ഥിച്ചു തുടർന്നപ്പോൾ ആ മനുഷ്യൻ, അദ്ദേഹം ഒരു ഫിലിപ്പിനോയാണ്, അദ്ദേഹം പറയുക,
ഞാനൊരു 10 മിനിറ്റായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരാളെ അയക്കണേ എന്ന്. ഒരിക്കലും ഒരു ഗൾഫ് കൺട്രിയിൽ അത് സാധ്യമല്ല. പക്ഷെ ആ മനുഷ്യന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗമൊരു SMS നമ്മുടെ സഹോദരിക്ക് അയച്ചു. അതുകൊണ്ട് മാത്രം ആ സമയത്ത് അതിലേ വന്നത്. മനസ്സിലായോ? ദൈവത്തിന് ഇന്ന് ഒരാളെ തൊടണമെങ്കിൽ നിന്റെ സഹായം വേണം. ദൈവത്തിന് ഒരാളെ ഹീൽ ചെയ്യണമെങ്കിൽ നീ ഒരു കൈ ഒന്ന് വെച്ചാ മതി. നീ ഒരു ചുമ്മാ ഒന്ന് കൈ വെച്ചാ മതി വിശ്വാസത്തോടെ. നീ ഒരു മാജിക്ക് കാണിക്കണ്ട. അയാളുടെ പ്രാർത്ഥന ഈ സ്ത്രീയോടല്ല, അയാളുടെ പ്രാർത്ഥന ദൈവത്തോടാണ്. ദൈവോടെ ഇങ്ങനെ നോക്കുക, ആരെയും ഒരാളെ വിടുന്നേ. ഞാൻ പറയുന്ന ഭാവന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇസ്ലാം കൺട്രിയിലെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഒരു ഫിലിപ്പിനോക്കാരൻ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നോക്കി, എനിക്കിതിന് മറുപടി കൊടുക്കണം, അതിനെനിക്കൊരു നേഴ്സിനെ വേണം. അപ്പൊ നേഴ്സ് ദൈവവേലയാണോ ചെയ്യുന്നത്? അതെ, ഇങ്ങനെ ആകണമെന്ന്. If you available, God will use you. എന്താ പ്രാർത്ഥിച്ചോണ്ടാ ഡ്യൂട്ടിക്ക് പോണേ? പ്രൈസ് ദി ലോർഡ്. ഒരാളെ യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യാൻ ഇന്ന് എനിക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളിക്കാരത്തി കൈവച്ചു, ആ മനുഷ്യന് വിടുതലായി. കുറെ നാൾ കഴിഞ്ഞ് ചർച്ച് കോമ്പൗണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചർച്ച് കോമ്പൗണ്ട് വിവിധ ചർച്ചുകളുണ്ട്. ഒരു ഫിലിപ്പിനോ ചർച്ചിലോട്ട് ബൈബിൾ പിടിച്ച് കയറിപ്പോടും ഈ മനുഷ്യൻ. നമ്മുടെ ഈ സഹോദരിയെ കണ്ട വഴി ഓടി വന്ന്, മാഡം എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല, അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഞാൻ അന്ന് തൊട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു കാത്തലിക്കായിരുന്നു ആ മനുഷ്യൻ. അയാൾ ബോൺ അഗെയിനായി, അയാൾ സ്നാനപ്പെട്ടു. സിമ്പിളായ ഒരു ചെറിയ കാര്യം ചെയ്തതാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തോളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പന എന്നാണെന്നറിയോ? ലോക സുവിശേഷീകരണം. നമ്മുടെ ഈ ഒരു ആയുസ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. നമ്മൾ മേടിച്ച വീടും നമ്മൾ മേടിച്ച കാറും എല്ലാം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവും. സ്വോത്രം. എൻ്റെ ഫോണിനകത്ത് കിടക്കുന്ന ചില ഫോൺ നമ്പർ ഞാൻ എടുക്കും, എനിക്ക് സങ്കടം വരും. കാരണം എൻ്റെ ആളിപ്പോൾ ഭൂമിയിലില്ല, ആ നമ്പര് വർക്ക് ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മുടെ നമ്പർ ഒരു ദിവസം തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ATM കാർഡിന്റെ നമ്പരും പാസ്വേഡും എല്ലാം നമ്മളിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ഒരു ദിവസം നമ്മളങ്ങ് തീരും. വളരെ ഷോർട്ട് ടൈമേ നമുക്ക് ഇവിടെയുള്ളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തോളൂ. എഫേസ്യർ 6:24. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപയിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനെ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഇവിടെ ഒരു കാര്യം ഉറപ്പാ, യേശു മടങ്ങി വരും. അത് ഇന്നാണോ നാളെയാണോ എന്ന് പറയാൻ പറ്റില്ല. അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ മടങ്ങി വരും. നിന്നെ കർത്താവ് സ്നേഹിക്കാൻ എന്താ നിനക്ക് യോഗ്യതയുള്ളേ? ഈ സഭയിലല്ലാത്ത ആളുകളെ വെറുക്കാൻ എന്താ പ്രത്യേക കാരണമുള്ളത്? അവർ വിശ്വാസിയാണോ എന്നാ ചോദിക്കുന്നത്. അവർ വിശ്വാസിയാകാനുള്ളവരാണ്. എങ്കിലവരെ സ്നേഹിക്കണ്ടേ? കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട്. കണ്ണുകൾ അടച്ചാട്ട്. നമ്മളെ കർത്താവ് സ്നേഹിപ്പാൻ നമ്മിൽ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ.
എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നിലെന്തു നീ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുക എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ ദയയൊന്നു മാത്രം യേശുവേ ഒരു മാന്യതയും പറയാനില്ലായേ ദയയൊന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപയൊന്നു മാത്രം യേശുവേ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. തിരുസന്നിധിയിൽ ഇപ്പോൾ വന്ന് മുട്ടുമുടക്കിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്ന ഈ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ അളവോളം അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പോരായ്മയുണ്ടെന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഭാരപ്പെടുകയാണ്. കർത്താവ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്നുകൂടെ തിരിച്ചറിയുവാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.